ഷഫാഅത്ത് ലഭിക്കാനാണ് എന്നുള്ള പേരിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് ഷഫാഅത്ത് ചോദിക്കുന്നവർ, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തുകൾ പല നിലക്ക് ചെയ്യുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ അവരാണ് ഈ ഷഫാഅത്തിൽ നിന്നും ആദ്യം പുറത്തു പോകുക. കാരണം അവർ അള്ളാഹു പങ്കു ചേർത്തിരിക്കുകയാണ്. അള്ളാഹുവിന് മാത്രം നൽകേണ്ടതായ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് നൽകിയിട്ട്, ഖബറിലുള്ള ആളുകൾക്ക് നൽകിയിട്ട്, ഈ രൂപത്തിൽപ്പെട്ട മഹാന്മാർക്കും അമ്പിയാക്കൾക്കും ഒക്കെ നൽകിയിട്ട് അവർ തന്നെ ഷഫാഅത്തിൽ നിന്നും അവരുടെ ലിസ്റ്റ് വെട്ടിയിരിക്കുകയാണ്. കാരണം തൗഹീദ് ഇല്ലാതെ മരണപ്പെട്ടാൽ, ഷിർക്കിൽ മരണപ്പെട്ടാൽ ഷഫാഅത്തിന് പാത്രമാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദുനിയാവിൽ അല്ലാഹു തആല അമ്പിയാക്കൾക്ക് നൽകിയൊരു കറാമത്താണ്, ആദരവാണ്. അവർ ദുനിയാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അതിനെന്തായാലും അല്ലാഹു തആല ഉത്തരം നൽകും. ഒരൊറ്റ പ്രാർത്ഥന എന്നല്ല, അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉത്തരം നൽകുന്നുണ്ട്. എന്നാൽ ഒരു പ്രാർത്ഥനയുണ്ട്, അത് അല്ലാഹു തആല എന്തായാലും ഉത്തരം നൽകും എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനയാണ്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു. എല്ലാ നബിമാരും അവരുടെ പ്രാർത്ഥന ദുനിയാവിൽ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദുനിയാവിൽ എല്ലാ നബിമാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ വഇന്നി ഇഖ്തബഅതു ദഅവതി, ഞാൻ എൻ്റെ പ്രാർത്ഥനയെ പിന്തിപ്പിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് എത്രമാത്രം കാരുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന അനേകം സംഭവങ്ങളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വേണ്ടി ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല. അവിടത്തേക്ക് ശത്രുക്കൾ നശിപ്പിക്കാൻ വരുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഉമ്മത്തിന് വേണ്ടി ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഉമ്മത്തിന് വേണ്ടി ശഫാഅത്ത് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന് വേണ്ടി, അതെന്തായാലും ഈ കാര്യം കിട്ടും, അത് പരലോകത്തേക്ക് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പക്ഷെ അവിടുന്ന് ഒരു കാര്യം പറഞ്ഞു, എല്ലാവർക്കും ലഭിക്കുമെന്നല്ല. ഫഹിയ നാഇലത്തുൻ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ലഭിക്കും. മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ഷൈആ, എൻ്റെ ഉമ്മത്തിൽ ശിർക്കില്ലാതെ മരണപ്പെടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിബന്ധന പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, വളരെ ചിന്തിക്കേണ്ട, അടിവരയിടേണ്ട വിഷയമാണ്. അത് ലഭിക്കുന്നത് ആർക്ക് മാത്രമാണ്? ഫഹിയ നാഇലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ഷൈആ. നിങ്ങൾ നോക്കൂ, ഈ ഉള്ളാളം തങ്ങളുടെ അടുക്കലേക്ക് പോയി, അവിടെ പോയി ആടിനെ നേർച്ചയാക്കുന്നു. പഴയ കാലത്തൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഒരാടിനെ നേർച്ചയാക്കും, അവിടുത്തെ ഉറൂസിൻ്റെ സമയത്ത് അവിടെ കൊണ്ടുപോയി അറക്കും. എന്താണ് ഈ അറവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ അറവ് കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ഉള്ളാളം തങ്ങൾ, ഈ ഒരു അറവ് ഞാൻ നടത്തുന്ന സമയത്ത് എന്നെ തൃപ്തിപ്പെടും. ആ തൃപ്തി കാരണത്താൽ ഉള്ളാളം തങ്ങൾ എൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ പറയും, എനിക്ക് പരലോകത്ത് ഈ രൂപത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കും. ഇതാണ് അവരുടെ വിശ്വാസം. ഈ പറയുന്ന വ്യക്തികളോട് ഖബറിൻ്റെ അടുക്കൽ പോയി ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ്റെ ചിന്ത ഖബറിലുള്ളവനാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ എന്നൊന്നുമല്ല. അങ്ങനെ ആരും വിശ്വസിക്കുന്നൊന്നുമില്ല. ഖബറിലുള്ളവന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരല്ല ബഹുഭൂരിപക്ഷവും. പക്ഷെ ഇവരുടെ ചിന്ത എന്താ? ഖബറാളിയോട് ഞാൻ പ്രാർത്ഥിച്ചാൽ, സഹായം ചോദിച്ചാൽ, ഈ ഖബറാളി എൻ്റെ പ്രാർത്ഥന കേട്ട് റബ്ബിനോട് പറയും, എന്നിട്ട് റബ്ബിൻ്റെ അടുക്കൽ എനിക്ക് എന്ത് ചെയ്തു തരും? എൻ്റെ കാര്യം എളുപ്പമാക്കി തരും എന്നാണ് സഹോദരങ്ങളെ അവർ വിശ്വസിക്കുന്നത്. ഇത് അവന് ശുപാർശയിൽ നിന്ന് തന്നെ തടയപ്പെടാനുള്ള കാരണമാണ്. കാരണം അള്ളാഹിനോട് ചോദിക്കേണ്ട പ്രാർത്ഥനയും സഹായതേട്ടവും അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിച്ചാൽ അവൻ മുശ്രിക്കായി തീരുകയാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനായി തീരുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ശുപാർശ ലഭിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ, പിശാച് എവിടെ കൊണ്ടാണ് എത്തിച്ചിട്ടുള്ളത്? ശുപാർശയുടെ പേര് തന്നെ പറഞ്ഞിട്ട് ശുപാർശയിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയാണ് പിശാച് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അല്ല, ഈ ദീനിൽ യാതൊരു തെളിവുണ്ടായിട്ടല്ലല്ലോ അള്ളാഹു അല്ലാത്ത ആളോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു തെളിവ് അവർക്കില്ല. അവർ പറയുന്ന ന്യായം നോക്കും. പിശാച് അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ മക്ക മുശ്രിക്കുകൾ ഏതൊരു ശുപാർശയാണോ വിശ്വസിച്ചിരുന്നത് അതേ ശുപാർശയിൽ എത്തിച്ചിട്ട് ഈ ശുപാർശയിൽ നിന്നും ആദ്യം പുറത്തേക്ക് പോകുന്ന ആളുകളായി ഈ ആളുകളെ പിശാച് മാറ്റി എന്നുള്ളതാണ്. കാരണം ജാഹിലിയ കാലത്തിലും ശുപാർശയൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകൾ അവർ വിശ്വസിച്ചിരുന്ന ഒരു ഷഫാഅത്തിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ചില ആളുകൾക്ക് പല നിലക്കുള്ള ഇബാദത്ത് നൽകും. അതിൽപ്പെട്ടതാണ് അള്ളാഹു അല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ, അറവുകൾ, നേർച്ചകൾ പലതും മക്കയിലെ മുശ്രിക്കുകൾ നൽകും. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. ഇതിൻ്റെയൊക്കെ മൊത്തത്തിൽ പ്രത്യേകത ഈ പറയുന്നത് ഒരു ഉപകാരമോ ഉപദ്രവമോ ഈ പറയുന്ന ആളുകൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇങ്ങനെയൊക്കെ അവർ ചെയ്യും. എന്തിനാണ്? മക്കയിലുള്ള മുശ്രിക്കുകൾ ലാത്തയുടെ അടുക്കലേക്ക് പോയി അറവ് നടത്തുന്നത്, ആ കല്ലിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥന നടത്തുന്നത്, സഹായതട്ടം ചെയ്യിക്കുന്നത്. വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ ശുപാർശകരായി ഇവരൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം. വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാണ്. ഇവർ അള്ളാഹുവിനെ കുറിച്ചിട്ട് അറിയാത്ത ആളുകളാണ്
എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവർ പറയുന്ന വാക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർ പറയുന്ന വാക്കാണ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരാകും എന്നാണ്. അപ്പോൾ ശുപാർശ എന്ന് പറയുന്ന ദീനിലെ കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താണ് അവർ മനസ്സിലാക്കിയത്? അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തുകൾ നൽകിയാൽ, അവരോട് ചോദിച്ചാൽ, അവരോട് തേടിയാൽ അവർ ശുപാർശകരാകുമെന്നുള്ള വിശ്വാസം അള്ളാഹു തആല പറയുന്നത് മക്കയിലെ മുശ്രിക്കുകളാകാനുള്ള കാരണമായിട്ടാണ്.